അജിത്ത് ബ്രദറെ, തിരുവനന്തപുരത്തു നിന്നും ഒരു വ്യക്തി അജിത്ത് ബ്രദർ പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് പറയുന്നു. ഈ അജിത്ത് ബ്രദറിന് സ്വർഗം ഏതാണ് നരകം ഏതാണെന്ന് അറിയത്തില്ല. കൂടാതെ വേണം പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകുന്നില്ല, പിന്നെ വേറെ ആരും തന്നെ പോകത്തില്ല. കാരണം വീണ്ടും ജനിച്ചവർ പെന്തക്കോസ്തുകാരാണ്. വീണ്ടും ജനനം എന്ന് പറയുന്നത് സത്യത്തിലും ആത്മാവിലും വെള്ളത്താലും ആത്മാവിലും ജനിച്ചിരിക്കുന്നവർ ആരാണ്? പെന്തക്കോസ്തുകാരാണ്. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷാവിധിയിലാകപ്പെടും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആകാശത്തിന് ഭൂമിക്ക് രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. അതുകൊണ്ട് സ്നാനപ്പെട്ടതാകുന്ന വ്യക്തികളാണ് സ്വർഗത്തിൽ പോകുന്നത്. സ്നാനപ്പെട്ടത് മാത്രമല്ല, അവർ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചിരിക്കുന്നതിനാലും അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നതിനാലും അവരെന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകും. അവർ പ്രസൻറ്റിൽ അവർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. എന്നാൽ സത്യം എന്ന് പറഞ്ഞ യേശു ക്രിസ്തു, ആത്മാവെന്ന് പറഞ്ഞ പരിശുദ്ധ ആത്മാവിൻ്റെ നിറവിനാൽ അന്യഭാഷ അടയാളത്തോടുകൂടെ കൃപാവരങ്ങളോടുകൂടെ ദൈവമക്കളായ പെന്തക്കോസ്തുകാർ ആരാധിക്കുന്നു. ഇവർ സ്വർഗത്തിൽ പോകുന്ന ഈ തിരുവനന്തപുരത്തുകാരെ ഈ അജിത് ബ്രദർ പറയാനുള്ള കാരണം എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് എന്താ? ആർക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്? വിശുദ്ധിയെ തികച്ചു നിൽക്കുന്നവർക്കാർക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ്. വിശുദ്ധിയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. വിശുദ്ധീകരിക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരും തിരസ്കരിക്കപ്പെട്ടവരും മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? സ്വർഗരാജ്യത്തിൽ പോകത്തുള്ളൂ. അത് പെന്തക്കോസ്തുകാരാണ് അത് ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ള വിശ്വാസികളുമുണ്ട്. പക്ഷേ അവർക്കും എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ വിശ്വാസ ജീവിതം വിശുദ്ധീകരിച്ച് നീതീകരിച്ച് തിരസ്കരിച്ച് മുന്നോട്ട് പോകുന്നവരിൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും. കാരണം സ്വർഗമെന്ന് പറയുന്നത് ഈ അജിത് ബ്രദറിൻ്റേതാകുന്ന, തിരുവനന്തപുരത്തുള്ള അജിത് ബ്രദറിൻ്റേതാകുന്ന കുത്തകയൊന്നുമല്ല. വചനം നല്ലോണം പഠിക്കുക. ബൈബിളിൽ എന്താണ് പറയുന്നത്? ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. അന്നേരം യേശു ക്രിസ്തുവിൽ നമ്മൾ മരിക്കുന്നൊരിക്കൽ നമുക്ക് സ്വർഗരാജ്യമുണ്ട്. കൂടാതെ പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് ചോദിച്ചാൽ, എൻ്റെ അപ്പം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവസാന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. തിരുമേശയിൽ പങ്കുകൊള്ളുന്നതാകുന്ന ദൈവമക്കൾ എന്തു ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ് പറയുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകുഴിച്ചോടും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു നടക്കുകയും ചെയ്യും. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടായി ശേഷിക്കുന്നവരെ നാം അവനോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. അതായത് സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രിസ്തുയേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാണ്. പെന്തക്കോസ്തുകാർ വചനപ്രകാരം ജീവിക്കുന്നതിൽ നിന്ന് ഈ തിരുവനന്തപുരത്തുള്ള ഈ അജിത് ബ്രദറിന് എങ്ങനെ പറയാൻ കഴിയും? അവൻ പെന്തക്കോസ്തിലാണ് ജനിച്ചത്, പെന്തക്കോസ്തിലെ വിശ്വാസത്തിൽ വന്നത്, പിന്നെ പിന്നാറ്റത്തിൽ പോയി. പക്ഷേ അവനും പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ഒറ്റയടി അങ്ങ് പറയുക. ഇനി പെന്തക്കോസ്തുകാരാണ് സ്വർഗത്തിൽ പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ രഹസ്യവരങ്ങൾ എടുക്കപ്പെടുന്നതാകുന്ന ജനം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടും അന്യഭാഷയോടും കൃപാവരങ്ങളോടും കൂടി നിലനിൽക്കുന്ന ദൈവമക്കളാണ് കർത്താവിൻ്റെ രഹസ്യവരങ്ങൾ എടുക്കപ്പെടുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നതാകുന്ന ദൈവജനം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മരിച്ച് അടക്കപ്പെട്ടിരിക്കുന്നതാകുന്ന ദൈവജനം, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവനോടുള്ള മേഘങ്ങൾ എടുക്കപ്പെടും. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ അവനോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെയാണെന്നില്ല ആര് പോകും? ഈ കള്ളനായ അജിത് ബ്രദർ പോകുമോ? കള്ളനായ ITI ന്യൂസിൻ്റെ വക്താവ് പോകുമോ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കർത്താവായ ആകാശത്തിന് കീഴെ ഭൂമിക്ക് കീഴെ രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. യേശുവിനെ കർത്താവെന്ന് വാവുകൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷപ്പെടും. വാവുകൊണ്ട് രക്ഷിക്കുക ഏറ്റുപറയും ഹൃദയം കൊണ്ട് നീതിക്കുക വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരാണ് സ്വർഗത്തിൽ പോകുന്നത്. അതാരാണ്? എല്ലാ സഭകളിലും ഓരോരുത്തരും ഉണ്ട്. എന്നിരുന്നാലും പ്രത്യക്ഷമായി നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയുന്നത് പെന്തക്കോസ്തുകാരാണ്. ഒന്നവർ വചനത്തിൽ ജനിക്കുന്നു, രണ്ടവർ ആത്മാവിൽ ജനിക്കുന്നു, അവർ വെള്ളത്തിനാൽ ജനിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നു. കൃപാവരങ്ങൾ അവരിലുണ്ട്, വരങ്ങളും കൃപകളും ഉണ്ട്. പിന്നെ ഇതിനിടയിൽ കള്ളന്മാരുമുണ്ട്. കള്ളന്മാരൊന്നും സ്വർഗത്തിൽ പോകത്തില്ല.
യഥാർത്ഥത്തിൽ വിശുദ്ധിയെ തികച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ ജനം കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടും. അതുപോലെ തന്നെ ക്രിസ്തുവിൽ മരിച്ചതാകുന്ന ദൈവജനം എടുക്കപ്പെടും. പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകുന്നു എന്ന് കള്ളത്തരം പറയുന്ന ഈ അജിത് ബ്രദറിനെ മുക്കാലി കെട്ടി അടിക്കേണ്ടതാണ്. കാരണം എന്ന് ചോദിച്ചാൽ അവൻ വചനം അറിയത്തില്ല. എവിടെന്നെങ്കിലും ഒരു വചനം എടുത്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരു യൂട്യൂബ് ചാനലുകാർ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരങ്ങൾ എടുക്കപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ വിശ്വാസികളായ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതാകുന്ന തേസ്കരണം പ്രാപിച്ചിരിക്കുന്ന നീതീകരണം പ്രാപിച്ചിരിക്കുന്നതാകുന്ന ദൈവത്തിൻ്റെ ജനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ യഹോവയെ കാത്തിരിക്കുന്ന ദൈവജനം, യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുപിടിച്ചൊഴു തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. കാത്തിരിക്കുന്ന ദൈവജനം. ഇന്ന് യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ആര് കാത്തിരിക്കുന്നുവോ, വെയിറ്റിംഗ് പീപ്പിൾസ്, അവരാണ് സ്വർഗത്തിൽ പോകുന്നത്. അതിൽ പെന്തക്കോസ്തുകാർ കാണും. പെന്തക്കോസ്തുകാർ കാണത്തില്ലെന്ന് ഈ അജിത് ബ്രദറിന് പറയാൻ യാതൊരു നാക്ക്. ഇവനൊരു മഹാകളനാണ്. കാരണം പെന്തക്കോസ്തിലായിരുന്നു, തിരിച്ച് പിന്മാറി വന്നിട്ട് പിന്നെ പെന്തക്കോസ്തുകാരെ പറ്റി കുറ്റം പറയുക. നമ്മളെപ്പോഴും ചിന്തിക്കണം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാവരും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നമ്മൾ ഒന്നും പറയരുത്. കടന്ന വലത്തുഭാഗത്ത് അല്ല, ഒരു കള്ളൻ കർത്താവിനെ ക്രൂശിൽ കിടന്നുകൊണ്ട് ഏറ്റുപറഞ്ഞതാകുന്ന സമയത്ത് അവൻ നീ എന്നോടുകൂടെ ഇന്ന് പരദീസയിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഏവരും കർത്താവിൻ്റെ രാജ്യത്തിലുണ്ട്. അത് പിന്നെ അതിൻ്റെ ഇടയിൽ കള്ളന്മാരുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ അതില്ലെന്ന് പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. എന്നാൽ അവരെല്ലാവരും പോകത്തില്ല. വിശ്വാസത്തിൽ ആര് ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടവരായിരിക്കുന്നു, തിരസ്കരിക്കപ്പെട്ടവരായിരിക്കുന്നു, അവരാണ് കർത്താവിനോടുകൂടെ മേഘത്തിൽ എടുക്കപ്പെടുന്നത്. അതിന് ഈ അജിത് ബ്രദർ ഇനി മേലിൽ പറയരുത് പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകത്തുള്ളൂ. ഈ കള്ളത്തരം പറയുന്ന ഇവനെ മുക്കാലിയെ കിട്ടി അടിക്കേണ്ടതാണ്. കാരണം എന്ന് ചോദിച്ചാൽ ഇവൻ പറയുന്നത് എന്തോ കള്ളത്തരമാണ്. പെന്തക്കോസ്തുകാർ സ്വർഗത്തിൽ പോകത്തുള്ളത്, അവർ ക്രിസ്ത്യാനികളല്ലെന്ന് പോലും. എന്തൊരു വിട്ടിത്തരമാണ് പറയുന്നത്. പെന്തക്കോസ്തുകാർ റിയൽ ക്രിസ്ത്യൻസ്. അവർ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർ, കർത്താവിൻ്റെ സാക്ഷികളായി തീരുന്നവർ, സുവിശേഷം പറയുന്നവർ, അവരുടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ പെന്തക്കോസ്തുകാരാണ്. അതിന് കള്ളന്മാരും അതിനകത്തുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കള്ളന്മാരുണ്ട് ഈ പെന്തക്കോസ്തിൽ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഇങ്ങനെയുള്ള വരുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ പോകുന്ന ആരെന്ന് ചോദിച്ചാൽ കാത്തിരിക്കുന്ന ദൈവജനം ആണ് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുന്നത്. അല്ലാത്തവരെല്ലാം തള്ളപ്പെടും.